ഹായ് ഹലോ എല്ലാവർക്കും AD4 ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോവയ്ക്കെതിരായിട്ടുള്ള കൊച്ചിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന മത്സരത്തിൻ്റെ ഒരു സാധ്യത ലൈനപ്പാണ്. സോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ AD4 ടോക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പിന്തുണ എന്തുകൊണ്ടും പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു മത്സരം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ അവസാനമായിട്ട് കളിച്ചിട്ടുള്ള 3 മത്സരത്തിലും പരാജയമാണ് അവർ നേരിട്ടിട്ടുള്ളത്. അതിലൊന്ന് കൊച്ചിയിൽ വെച്ച് പഞ്ചാബിനെതിരായിട്ട് നടന്നിട്ടുള്ള ആ ഒരു മത്സരം ആരും മറന്നിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കൊച്ചിയിലെ ഹോം മത്സരം എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ടത് അത്രമേൽ നിർണായകമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സാഹചര്യം അല്പം മോശം തന്നെയാണ്. നിരവധി താരങ്ങൾ പരിക്കിനെ തുടർന്ന് പുറത്താണ് ഉള്ളത്. നമുക്കറിയാം, സൂപ്പർ താരം ഗോൾ കീപ്പർ ആയിട്ടുള്ള സച്ചിൻ സുരേഷും ഡിമിത്രിയോസും ഒന്നും കഴിഞ്ഞൊരു മത്സരത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. സോ ആരൊക്കെ പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് സ്ക്വാഡിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പറായിട്ട് കഴിഞ്ഞ മത്സരത്തിലെ ഒരു വണ്ടർഫുൾ പെർഫോമർ ആയിട്ടുള്ള കരൺജിത്ത് തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിലെ ഗോൾ കീപ്പറായിട്ടുണ്ടാവുക. ലെഫ്റ്റ് ബാക്കായിട്ട് നവോഷയും സെൻറ്റർ ബാക്കായിട്ട് പ്രീതമും അതുപോലെ തന്നെ മിലോസും ഇറങ്ങാൻ സാധ്യത കാണുന്നു. അതുപോലെ തന്നെ റൈറ്റ് ബാക്കായിട്ട് സന്ദീപ് സിംഗ് ഉണ്ടാവാൻ സാധ്യതകൾ ഏറെയാണ്. കഴിഞ്ഞൊരു മത്സരത്തിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു സന്ദീപ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ഐമനും അസ്ഹറും ജീക്സനും ഡൈസുക്കി സക്കായുമായിരിക്കും ഉണ്ടാവുക. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ താരം ഡിമിത്രിയോസ് ഡാമൻഡോവോസ് മടങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിമിത്രിയോസിന് കൂടെ ആയിട്ട് സൂപ്പർ താരം ഫെഡോർ സിർണിച്ച് ആയിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞൊരു മത്സരത്തിൽ ഫെഡോർ സിർണിച്ചിന്റെ വ്യത്യസ്തമായ കളിശൈലികളെ നമ്മൾ വേറിട്ട ഒരു ശൈലിയായിട്ട് തന്നെ നോക്കി കണ്ടതാണ്. എന്നാൽ താരങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡ് ഇല്ലായ്മയും വളരെയധികം നല്ല രൂപത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുന്നുണ്ട്. സോ ഡിമിത്രിയോസും ഫെഡോർ സിർണിച്ചും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു മത്സരം വിജയിക്കൽ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ്. ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നായകൻ അഡ്രിയാൻ ലൂണയും മാർക്കോ ലെസ്കോവിച്ചും സച്ചിൻ സുരേഷും പോലത്തെ വമ്പൻ താരങ്ങളില്ലാത്ത ഈ ഒരു മത്സരം, പ്രത്യേകിച്ചും ഗോവയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് പന്ത് തട്ടാൻ ഇറങ്ങുമ്പോൾ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ മത്സരത്തെ നോക്കി കാണേണ്ടതുണ്ട്. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മത്സരത്തിൽ ഈ ഒരു സ്ക്വാഡുമായി ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന്. സോ ഇത്രയാണ് നമ്മളുടെ ഒരു പോസിബിൾ ലൈനപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു പോസിബിൾ ലൈനപ്പ് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.